ഹലോ, എനിക്ക് ഒരു സ്കോളോസിസ് സർജറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങാൻ പറഞ്ഞുള്ളായിരുന്നു. ഈ നവംബർ 14-ാം തീയതി 6 മാസം ആവത്തുള്ളൂ. അപ്പോഴാണ് ഞാൻ ശരിക്കും പുറത്തിറങ്ങേണ്ടത്. പക്ഷേ ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് അമ്മയോട് എങ്ങനെയോ ഒക്കെ സമ്മതിപ്പിച്ച് ഞാൻ പുറത്തിറങ്ങി. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും പുറത്തിറങ്ങത്തില്ലായിരുന്നു. ഞാൻ ആദ്യം പോകുന്ന ചെടിക്കടയിലോട്ട്. അവിടെ കുറേ ചെടിയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തിറങ്ങാൻ. എനിക്ക് നല്ല പേടിയൊക്കെ. അവിടെ കുറേ മരവും ചെടി എല്ലാം ഉണ്ട്. നല്ല രസമാണ് കാണാൻ. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ആ ഗ്രേസിനെ കാണാൻ വേണ്ടി ഞാനങ്ങ് പെട്ടെന്ന് പോവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ഒരു തോടുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ പോയി. അപ്പം ഞാനങ്ങോട്ട് കയറിയപ്പോൾ ചേച്ചി പറഞ്ഞ് ചിരിക്കുക. പിന്നെ നമ്മൾ ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്ന ആളാണ്. അപ്പം ഞാനങ്ങ് എക്സ്പ്രഷൻ ഇട്ട് കൊടുത്തു. പിന്നെ ചേച്ചി എനിക്ക് കല്ലെടുത്ത് തന്നു. ഞാൻ കല്ലൊക്കെ എറിഞ്ഞു. പക്ഷെ വലിയിട്ട് എത്തുന്നില്ല. എനിക്ക് വലിയ എറിയാൻ ശക്തിയില്ല, അതുകൊണ്ട് എത്തത്തില്ല. പിന്നെ അവിടെ കുറേ റോസാപ്പൂവൊക്കെ ഉണ്ട്. അപ്പം ഞാനിതൊക്കെ മണപ്പിച്ച് നോക്കി. നല്ല മണമായിരുന്നു. ഇവിടെ കുറേ പൂവുണ്ട്. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റംഷയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മിയയോട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ കൂടെ സെറീനയുടെ അനിയത്തിയാണ് സെറാമ. അവളും ഉണ്ടായിരുന്നു. ഗ്രേസുമായിട്ട് ഞാനവിടെ കുറേ നേരം ഇരുന്ന് കത്തിയടിക്കുമായിരുന്നു. അമ്മ അവിടെ നിർത്തിയ കാരണം ഞാനും ഗ്രേസും ഭയങ്കര കത്തിയായിരുന്നു. അവിടെ ഭയങ്കര കൊതുകായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ കാലും ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കുറേ കൊതുകുണ്ട്. എൻ്റെ O പോസിറ്റീവ് ആയതുകൊണ്ട് എൻ്റെ കൊതുക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സർജറിക്ക് എൻ്റെ ചോരയൊക്കെ പോയിട്ട് പുതിയ ചോര കെട്ടിയാണ് ആ കൊതുകിന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് കൂടെ മാത്രമേ നടക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഗ്രേസിനോട് കുറേ നേരമൊക്കെ കത്തി വെച്ചു. പിന്നെ അവളുടെ അനിയത്തി ജിസല്ലേനെ വിളിച്ചു. അവൾ പറഞ്ഞു ഇല്ലെന്ന് വരത്തില്ലെന്ന് പറഞ്ഞു എൻ്റെ കൂടെ. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷെ ചേച്ചി അവളെ മൂണ് കാണിച്ച് അവളെ വിളിച്ചോണ്ട് പോയി. ഞാൻ പിന്നെ അവൾമാരോട് സ്കൂളിൽ വരത്തില്ലെന്ന് ചോദിച്ചപ്പോൾ അവൾമാരില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ചു. ഗ്രേസിനോട് നീ എന്നാണെങ്കിലും വന്നേ പറ്റത്തുള്ളൂ. ഞാൻ നിനക്ക് ഇന്ന് ചൊവ്വാഴ്ച അവധിയാണ്, അതുകൊണ്ട് നീ എന്നാണെങ്കിലും ബുധനാഴ്ച വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിയയോട് അവൾമാരോട് പറഞ്ഞു നിങ്ങളുടെയും വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഗ്രേസിൻ്റെ എക്സ്പ്രഷൻ നല്ല രസമില്ലായിരുന്നു. പിന്നെ അവൾ സ്കൂളിൽ വിടത്തില്ലെന്ന് സന്തോഷത്തിൽ എടുത്തതാണ്. പക്ഷേ ഞാൻ ആ വീഡിയോ ഇടുമെന്ന് ഉറപ്പാക്കി പറഞ്ഞു. അവൾ ആ വീഡിയോ ഇടല്ലേന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് ഇട്ടു. പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ട് അമ്മ പിന്നെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയി. അപ്പോൾ ഇത്ര